ശ്രീജിത്ത്, ഇപ്പോൾ ഫലത്തിൽ കോൺഗ്രസിന് പുറത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, പുറത്താക്കിയതാണ്. ഇത്തരമൊരു വാർത്ത വരുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, പക്ഷെ അപ്പോഴും ഇത് കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ആശ്വാസമാകുന്നുണ്ടോ നേതാക്കൾ മറ്റൊരു തരത്തിൽ പറയുമ്പോഴും ശ്രീജിത്ത്? ഉന്മേഷ കോൺഗ്രസ് അതിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിരുന്നു. രണ്ടാമത്തെ പരാതി കോൺഗ്രസ് അധ്യക്ഷൻ സണ്ണി ജോസഫിന് ലഭിച്ചതിന് പിന്നാലെയാണ് കേസെടുത്തത്. ഇതുമായി ആദ്യത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വരുന്നതുവരെ പുറത്താക്കൽ നടപടി വൈകിപ്പിക്കാൻ രാഹുലിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് കോൺഗ്രസിനുള്ളിൽ കഴിഞ്ഞിരുന്നു. എന്നാൽ ആദ്യത്തെ പരാതിയിന്മേൽ മുൻകൂർ ജാമ്യത്തിന് തിരുവനന്തപുരം സെഷൻസ് കോടതി അനുമതി നിഷേധിച്ചതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിക്കൊണ്ടുള്ള കോൺഗ്രസിൻ്റെ തീരുമാനമെടുത്തിരിക്കുന്നത്. സാങ്കേതികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്താണ്. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിലില്ല. അതുകൊണ്ട് തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ഷേപങ്ങൾക്കോ വിവാദങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് നിയമപരമായ നടപടികൾക്കോ ഉത്തരം പറയേണ്ട, സമാധാനം പറയേണ്ട ബാധ്യത കോൺഗ്രസിനില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശബരിമലയിൽ നടത്തിയ പ്രതികരണത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന പ്രതികരണം നടത്തിയത്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് പരാതികളുടെ അടിസ്ഥാനത്തിലല്ല നടപടി സ്വീകരിച്ചത് എന്ന കാര്യം കൂടി ഭംഗ്യന്തരേണ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത്, നടപടിയെടുത്തത്, അതിൽ മാറ്റമില്ല എന്ന് പറയും. അപ്പോൾ കേവലം പരാതികളോ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളോ അടിസ്ഥാനത്തിലല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് തീരുമാനമെടുത്തത്, നടപടിയെടുത്തത്. മറിച്ച് പാർട്ടിക്കും പാർട്ടി നേതൃത്വത്തിനുമുണ്ടായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ ബോധ്യം എന്താണ്, ആ ബോധ്യങ്ങളുടെ ആഴം എന്താണെന്ന കാര്യം നമുക്ക് ചുറ്റും പ്രചരിക്കുന്ന വിവിധ തരത്തിലുള്ള ആക്ഷേപങ്ങളുടെയും പരാതികളുടെയും വിവരങ്ങളിൽ നിന്ന് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് രാഹുലിനെ സംരക്ഷിച്ച് നൽകേണ്ട ഒരു ബാധ്യത കോൺഗ്രസിനില്ല. എങ്കിൽ പോലും രണ്ടാമത്തെ അതിജീവിതയുടെ പരാതി വന്നതിൽ ചില രാഷ്ട്രീയ സംശയങ്ങൾ കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നുണ്ട്. അത് ഉന്നയിക്കുന്നത് മറ്റാരുമല്ല, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെയാണ്. സണ്ണി ജോസഫ് കണ്ണൂരിൽ നടത്തിയ പ്രതികരണത്തിൽ വളരെ നിയമപരമായ ആലോചനകൾക്ക് തയ്യാറെടുപ്പിന് ശേഷം തയ്യാറാക്കിയ ഒരു പരാതിയാണ് തനിക്ക് ലഭിച്ചത്. അതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ചില പ്രതികരണങ്ങൾ സണ്ണി ജോസഫിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ പരാതി വന്നു എന്നുള്ളത് ആ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളെ നിരാകരിക്കുകയല്ല, എന്നാൽ ആ പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയമായ ഇടപെടലുണ്ടോ എന്ന സംശയം കോൺഗ്രസ് നേതൃത്വം ഇതിനിടയിലും പ്രകടിപ്പിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.